പ്രിയപ്പെട്ടവരെ, ആഗോള കത്തോലിക്ക സഭ പന്തക്കുസ്ത തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. പെൻഡക്കോസ്റ്റ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം 50 എന്നാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 50-ാം ദിവസം മാതാവിൻ്റെ മേലും ശ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആ ദിവസമാണ് പെന്തക്കുസ്ത ദിവസം. അതാണ് സഭ ആഘോഷിക്കുന്നത്. ജെറുസലേമിലെ സെയ്യോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥനയിലായിരുന്ന അവരുടെ മേൽ ഈശോയുടെ വാഗ്ദാനം അനുസരിച്ച് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതാണ് ഈ സംഭവം. ഈ ദിവസം വലിയ വ്യത്യാസമുണ്ടായി, വലിയ അത്ഭുതമുണ്ടായി. ശിഷ്യന്മാര് യഹൂദരെ പേടിച്ച് ഭയന്നിരുന്നവരാണ്. അവരുടെ ഭയമെല്ലാം മാറി അവർ ധൈര്യശാലികളായി പുറത്തേക്ക് ഇറങ്ങിയാണ്. ആ സമയത്ത് ഷാവോത്ത് എന്ന് പറയുന്ന ഇസ്രായേൽക്കാരുടെ യഹൂദരുടെ വിളവെടുപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന സമയമാണ്, കാലമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പേർഷ്യ, ഇദുമയ, ലിബിയ, ഈജിപ്ത്, റോം, മെസപ്പൊട്ടോമിയ, കപ്പഡോച്ചിയ ഒക്കെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായിട്ട് അനേകായിരങ്ങൾ ഈ വിളവെടുപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. യഹൂദരെ സംബന്ധിച്ച് അവരുടെ വിളവെടുപ്പിൻ്റെ വലിയ തീർത്ഥാടന തിരുനാൾ കൂടിയാണ്, പിൽഗ്രിം ഫെസ്റ്റിവൽ കൂടിയാണ് ഈ പെന്തക്കോസ്ത് തിരുനാൾ, ഈ ഷാവോത്ത് തിരുനാൾ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതിന് ചരിത്രപരമായ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. മോശയ്ക്ക് സീനാമലയുടെ മുകളിൽ വെച്ച് തോറ നൽകപ്പെട്ടതിൻ്റെ, നിയമം നൽകപ്പെട്ടതിൻ്റെ അനുസ്മരണം കൂടെ ആ സമയത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെയുള്ള ഒരു സമയത്താണ് ഈ പെന്തക്കുസ്ത സംഭവം നടക്കുന്നത്. പത്രോസ്ലീഹ പുറത്തേക്ക് ഇറങ്ങി ധീരതയോടെ പ്രസംഗിക്കുകയാണ്. ഇസ്രായേൽ ജനങ്ങളെ, ജെറുസലേമിൽ താമസിക്കുന്നവരെ, നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. ദൈവം നസ്രായനായ യേശു വഴി, അവൻ ചെയ്ത മഹത്തായ കാര്യങ്ങൾ വഴി, അത്ഭുതങ്ങൾ വഴി തന്നെ വെളിപ്പെടുത്തി. നിങ്ങളിത് ശ്രവിക്കുവിൻ. ലോകം കേട്ടതിൽ വെച്ച് അതിമനോഹരമായ പ്രസംഗങ്ങളിൽ ഒന്നായിരുന്നു അത്. ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരെല്ലാം അവരുടെ ഭാഷകളിൽ ഇത് മനസ്സിലാക്കി. അതായിരുന്നു അതിലെ വലിയ അത്ഭുതം. എല്ലാവർക്കും ഒരുപോലെ കാര്യങ്ങൾ മനസ്സിലാകുകയാണ്. അങ്ങനെ ആദ്യത്തെ സഭയുടെ വിളവെടുപ്പ് ഉത്സവം നടക്കുകയാണ്, ഷാവോത്ത്. അത് അവിടെ നടക്കുകയാണ്. സഭ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. 3000-ഓളം പേരാണ് ക്രിസ്ത്യാനികളായിട്ട് മാറിയത്. ആ മഹത്തായ സംഭവത്തിൻ്റെ ഓർമ്മയാചരണമാണ്. അപ്പോൾ നമ്മൾ ഈ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ശിഷ്യന്മാർക്ക് വന്ന മാറ്റം പോലെ വലിയ മാറ്റം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നമുക്ക് ലഭിക്കണമെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ അറിവ്, ജ്ഞാനം, ബുദ്ധി, ഭക്തി, ദൈവഭയം, ഇതൊക്കെ നമുക്ക് തുടങ്ങിയവയൊക്കെ നമുക്ക് ലഭിക്കണമെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സമാധാനം, ആഹ്ലാദം, ആനന്ദം, സൗമ്യത, കരുണ തുടങ്ങിയവയൊക്കെ നമുക്ക് ലഭിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നത്. ഈ ബുദ്ധിയും വിവരവും ജ്ഞാനവും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭിക്കണം. ഫലങ്ങൾ, അവർക്ക് ആനന്ദവും സമാധാനവും സൗമ്യതയും ഒക്കെ ഉണ്ടാകണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ എഴുത്തി ആ തിരുനാൾ നമ്മൾ സമുചിതമായിട്ട് ആഘോഷിക്കുകയാണ്. നമുക്ക് ഇനി ഈ സുവിശേഷ ഭാഗത്തിലേക്ക് വരാം. ഈ സുവിശേഷ ഭാഗം പെന്തക്കുസ്ത തിരുനാളിൽ സഭ നമുക്ക് ധ്യാനിക്കാൻ തരുന്ന സുവിശേഷ ഭാഗമാണ്. ഇവിടെ ഈശോ പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള ഭാഗമാണ് ഇവിടെ. ഈശോ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ്. ഈ സംഭവം നടക്കുന്നത് ഈശോ ഉയർത്തെഴുന്നേറ്റ ദിവസം വൈകുന്നേരം ജെറുസലേമിലാണ്. ഈ സന്ധ്യാസമയത്ത് വാതിലുകൾ അടച്ചിരിക്കെ അവരുടെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകുന്നത്, പെന്തക്കുസ്ത അനുഭവം അത് 50-ാം നാളിലാണ് സംഭവിക്കുന്നത്. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഈശോ നേരത്തെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്? യോഹന്നാന്റെ വിവരണത്തിലെ ഒരു പെന്തക്കോസ്റ്റാണിത്. ശിഷ്യന്മാർക്ക് ഈശോ പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്നുള്ളത് 50-ാം ദിവസം നടന്ന പെന്തക്കോസ്റ്റൽ അനുഭവത്തെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. പെന്തക്കോസ്റ്റൽ അനുഭവം യഥാർത്ഥത്തിൽ ഉണ്ടായി, ശിഷ്യന്മാർ പുറത്ത് വരുന്നതും സഭ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും ഈ 50-ാം ദിവസം തന്നെയാണ്. പക്ഷെ ഇവിടെ ഈശോ ചെയ്യുന്നത് തൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കുകയാണ്. അതായത് ഈശോ കുരിശുമരണത്തിന് മുമ്പ് അവരോട് പറഞ്ഞു, അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും.
അപ്പോൾ ഈ വീണ്ടും അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നുള്ളത് ഈശോ ഉയർത്തെഴുന്നേറ്റ് അവരെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും, ലോകം നൽകുന്ന പോലെയല്ല. ഇതെല്ലാം ഈശോ നേരത്തെ പറഞ്ഞതാണ്. ആ സമാധാനമാണ് ഈശോ ഇപ്പോൾ നൽകുന്നത്. ഈശോ പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പദങ്ങളിലൂടെയുള്ള വ്യാഖ്യാനത്തിലേക്ക് പോകാം. വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ സമാധാനം. നോക്കൂ, അവർ ഭയന്ന് കതകടച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്കുള്ള പ്രായോഗികമായിട്ടുള്ള ചിന്ത ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ എല്ലാ വാതിലുകളും അടഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ടാകാം. അങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന സംഭവങ്ങളുണ്ടാകാം. നമുക്ക് യാതൊരു പ്രത്യാശയുമില്ലാത്ത അവസരങ്ങൾ, നമുക്കിനി രക്ഷയില്ല എന്ന് കരുതി എല്ലാ വാതിലുകളും പൂട്ടപ്പെട്ടു, ഒരു സാധ്യതയുമില്ല എന്ന് കരുതുന്ന അവസരങ്ങളിൽ വലിയ സാധ്യതയായി പ്രത്യക്ഷപ്പെടുന്നവനാണ് ഈശോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ പ്രകാശവും അണഞ്ഞുപോയി, ഇരുട്ടിലാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന അവസരത്തിൽ മഹാപ്രകാശമായി ഉദിച്ച് നമ്മുടെ മുമ്പിൽ വരാൻ കഴിവുള്ള ഉത്തമനായ സുഹൃത്താണ് മിശിഹ എന്ന് നമ്മൾ മറന്നു പോകാതിരിക്കുക. ഞാൻ ഓർക്കുന്നത് എബ്രഹാം ലിങ്കന്റെ ജീവിതത്തിലെ സംഭവങ്ങളാണ്. അമേരിക്കയുടെ മഹാനായ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കന്റെ ചെറുപ്പകാലം മുഴുവൻ അദ്ദേഹത്തിന് ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ്. ജീവിത ഇരുട്ടിലായ സന്ദർഭങ്ങൾ ഒത്തിരി ഉണ്ടായി. അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി, സഹോദരി മരിച്ചുപോയി. അങ്ങനെ വലിയ തരത്തിലുള്ള കടുത്ത ദുഃഖത്തിലേക്ക്, നിരാശയിലേക്ക് പോയി. അതിനുശേഷമാണ് വലിയ തരത്തിൽ സ്നേഹിച്ചിരുന്ന ആൻഡ്രൂട്ട് എന്ന് പറയുന്ന കാമുകി അപ്രതീക്ഷിതമായിട്ട് മരണമടയുന്നു. ഇപ്പോൾ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ ഈ മഹാനായ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് കടന്നുപോയിരുന്നു. അപ്പോൾ ഒരു കത്തിയോ മറ്റ് ആയുധങ്ങളോ എന്തെങ്കിലും മുമ്പിൽ കണ്ടു പോയാൽ പോലും അദ്ദേഹത്തിന് ഭയമായിരുന്നു. അതൊക്കെ മാറ്റിവെക്കാം, കാരണം ആത്മഹത്യ ചെയ്തേക്കുമോ, അതെടുത്ത് ആത്മഹത്യ ചെയ്തേക്കുമോ എന്ന തരത്തിലുള്ള ഭയത്തിലൂടെ കടന്നുപോയിരുന്ന ഒരു സന്ദർഭം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഈ എബ്രഹാം ലിങ്കനുണ്ടായിരുന്നു. അതിനുശേഷം പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ കെല്ലി എന്ന് പറയുന്ന മകൻ 11-ാം വയസ്സിൽ മരിച്ചുപോയി. അദ്ദേഹം തകർന്നുപോയി. നേരത്തെ അദ്ദേഹം ഒരു വിശ്വാസിയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ ദുഃഖങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതൊക്കെ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഈ കെല്ലിയൊക്കെ മരിച്ചതിന് ശേഷം ഈ വൈറ്റ് ഹൗസിലെ മുറിയിൽ പല പ്രാവശ്യം മുട്ടുകുത്തി നിന്ന് നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എൻ്റെ കഴിവിനും എൻ്റെ ബുദ്ധിക്കും എത്താത്തിടത്തേക്ക് ഞാൻ എൻ്റെ സുവിശേഷം കൊണ്ട് ഞാൻ എത്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷമാണ് എല്ലാവരും തുല്യരാണ് എന്ന് ആ ബൈബിൾ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അടിമത്തം നിരോധിക്കുന്നത്. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ബൈബിളാണ് മനുഷ്യരാശിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമെന്ന്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൻ പറയുന്ന വാക്കാണ്, ബൈബിളാണ് മനുഷ്യരാശിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. കാരണം അതിലൂടെയാണ് ക്രിസ്തുവിൻ്റെ നന്മയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്തുവിൻ്റെ നന്മയെ നമുക്ക് നൽകുന്ന പുസ്തകം ബൈബിളിനോട് മഹത്തായതൊന്നുമില്ല എന്ന് എബ്രഹാം ലിങ്കൻ പറയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അപ്പോൾ ഈ ഇരുടിൻ്റെ സമയത്ത്, എല്ലാ വാതിലുകളും അടച്ചിരിക്കുന്ന സമയത്ത് ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയും, നിങ്ങൾക്ക് സമാധാനം. ആ സമാധാന ആശംസയിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സമാധാന അനുരഞ്ജനത്തിലേക്കുള്ള ഒരു ക്ഷണം കൂടിയാണ്. ഇവര് ഈശോയുടെ വലിയ പീഡാനുഭവ സമയത്തെല്ലാം ഉപേക്ഷിച്ചു പോയി. യോഹന്നാൻ ഒഴികെ എല്ലാ ശിഷ്യന്മാരും ഉപേക്ഷിച്ചു പോയല്ലോ. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത ലഭിച്ചതിന് ശേഷം ഇവർ ആശങ്കയിലായിരുന്നു. കാരണം ഗുരുവിനെ ഉപേക്ഷിച്ചു പോയവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഈശോ വന്ന് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ആകുലപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവർക്ക് സമാധാനം നൽകി അവരെ അനുരഞ്ജനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അവരുടെ എല്ലാ ആശങ്കകളും അവിടെ നിന്ന് എടുത്തു കളയാണ്. ഞാൻ ഓർക്കുന്നത്, ഒരു മനുഷ്യൻ വികാരിച്ചനെ കുറിച്ച് മോശം വാർത്തകൾ പറഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പക്ഷേ മക്കള് കുർബാനയ്ക്ക് കൂടുന്നവരായിരുന്നു. ഈ മോശം വാർത്തകൾ വികാരിച്ചനെ കുറിച്ച് പറഞ്ഞത് വികാരിച്ചൻ കേട്ടു എന്ന് ഈ മക്കള് ധരിച്ച വേളയിൽ അവർക്ക് വിഷമമായി. അവർ പിന്നെ പള്ളിയിൽ വരാതായി, കുർബാനയ്ക്ക് കൂടാതായി. ഒരു ദിവസം വികാരിച്ചൻ ആ വീട്ടിലേക്ക് നേരെ കയറി ചെല്ലുകയാണ്. കയറി ചെന്ന് അവർ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ച് 1 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു. പിറ്റേന്ന് മുതൽ ആ കുട്ടികളുടെ ആശങ്കയെല്ലാം മാറി, അവർ പള്ളിയിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഈശോ അനുരഞ്ജനത്തിലേക്കും കൂടെ ക്ഷണിക്കുകയാണ്, സമാധാനം ആശംസിച്ചുകൊണ്ട്. അതിനുശേഷം അവരുടെ മേൽ ഈശോ വീണ്ടും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ അയക്കലിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇത് പ്രത്യേകമായ ഒരു ദൗത്യമാണ്, ഗൗരവതരമായ ദൗത്യമാണ്. പണ്ട് 2 പേരെ വെച്ച് അയച്ചതുപോലെയല്ല, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുമ്പോൾ, പിതാവ് അയച്ചപ്പോൾ പുത്രൻ ചെയ്തത് പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തു, പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അതുപോലെ ഇനി മുതൽ ശിഷ്യന്മാർ ഈശോയുടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. ഈശോയുടെ പ്രതിനിധികളായിട്ടാണ് അവർ പോകുന്നത്.
ഇപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ചെയ്യണം, ക്രിസ്തുവിൻ്റെ സന്ദേശം പങ്കുവയ്ക്കണം. വേണ്ടി വന്നാൽ ജീവൻ വെടിയാനും സാക്രിഫൈസിനും തയ്യാറാകണം. അതാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഈ ദൗത്യമാണ്. ഈ ദൗത്യത്തിന് ഇവരെ സജ്ജമാക്കാൻ വേണ്ടിയാണ് ഈശോ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അതുകൊണ്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയും, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇവിടെ യോഹന്നാൻ സ്ലീഹ പഴയ നിയമവുമായിട്ട് ഒരു പാലം കൂടെ പണിയുന്നുണ്ട്. ഉൽപ്പത്തി 2:7 നമ്മൾ കാണുന്നുണ്ട്, നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം ആദത്തിൻ്റെ അങ്ങനെ മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അതിന് പിന്നീട് നമ്മൾ നിക്കോദേമസിനോട് ഈശോ പറയുന്നുണ്ട്, ആത്മാവിലും ജനത്തിലും വീണ്ടും ജനിക്കണമെന്ന്. ഈ വീണ്ടും ജനനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള ആകുലതകളും മാറി സ്നേഹവും സമാധാനവും സൗമ്യതയും ഒക്കെ നിറയുന്ന കാര്യമാണ്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്ന അസ്ഥിവരുടെ താഴ്വരയെ കൊണ്ട് നിർത്തിയിട്ട് എസെക്കിയേലിനോട് ദൈവം തമ്പുരാൻ പറയാണ്, നീ ജീവശ്വാസത്തിനെ കുറിച്ച് അതായത് പരിശുദ്ധാത്മാവിനെ, എൻ്റെ ആത്മാവിനെ ഇവരിലേക്ക് ഞാൻ നിവേശിപ്പിക്കും എന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ ആ ഒരു ജീവശ്വാസം നിവേശിപ്പിക്കുമ്പോൾ പുതിയ സൃഷ്ടികളായിട്ട് ഇവർ മാറുകയാണ്. കൂടുതൽ ശക്തി അവർക്ക് ലഭിക്കുന്നു, ധൈര്യം ലഭിക്കുന്നു, ആത്മസംയമനം ലഭിക്കുന്നു. ഈ ഒരു പരിവർത്തനമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അടച്ചിട്ട മുറികൾ, ലോക്ക്ഡ് റൂംസിൽ നിന്ന് നമ്മൾ പുറത്തു വരികയാണ്. പലപ്പോഴും ഈ നമ്മുടെ വരുന്ന തലമുറ, വളർന്നു വരുന്ന തലമുറ ഈ ലോക്ക്ഡ് റൂംസ് കൂടുകയാണ്, അടച്ചുമുറി. ഞാൻ ഒരിക്കൽ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പയ്യൻ ക്ലാസ്സിൽ ഇങ്ങനെ അല്പം അലസമായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താടാ എന്ന് ചോദിക്കുമ്പോൾ അവനുത്തരം, ഞാൻ പറഞ്ഞു, ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരണം. അവനോട് വന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയാണ്, സത്യസന്ധമായിട്ട് പറയട്ടെ അച്ഛാ, ഞാൻ ഇന്നലെ 2:30-3 മണിക്ക് ഉറങ്ങി. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, വീട്ടിലുള്ളവരെല്ലാം അറിയല്ലേ, എങ്ങനെയാണ്, ശബ്ദമില്ലേ? അല്ല, എൻ്റെ അടച്ചിട്ട മുറിയിലാണ്, ഇവിടെ ഞാൻ ഫാന് നല്ല സ്പീഡിലിട്ട് ഇയർഫോണും വെച്ച് അങ്ങനെ കേട്ടു. എന്നിട്ട് അതാണ് ഈ ലോക്ക്ഡ് റൂംസ് കൂടുകയാണ്. അപ്പോൾ അതിന് അനുസരിച്ച് എന്താണ്, ഡിപ്രഷൻ കൂടുന്നു. അതുപോലെ മനുഷ്യൻ്റെ സാധാരണ വികാരങ്ങളെല്ലാം മാറിപ്പോവുകയാണ്, വേറൊരു ലോകത്തിലേക്കായി പോവുകയാണ്. അപ്പോൾ പകയും വിദ്വേഷവും ഒക്കെ കൂടെയാണ്. നമ്മുടെ ഈ പറയുന്ന കൾച്ചറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൾച്ചർ, ക്രൈസ്തവ സംസ്കാരത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൾച്ചർ എന്താണോ പൈശാചികമായിട്ടുള്ള, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് നമ്മുടെ സിനിമകളിലും ഒക്കെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഒരു ഇതിൽ പറയുന്ന കേട്ടാണ്, പക വീട്ടാനുള്ളതാണ് ഒരു സിനിമയുടെ ടാഗ് ലൈനാണ്. വേറൊരു സിനിമയിലാണ് തുടരുമെന്ന, ഒരാളെ കൊന്നതിന് പകരം 2 പേരെ കൊല്ലുകയാണ്. വേറെ കടുവ എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്, എനിക്ക് തിരുമേനി പഴയ നിയമമാണ് ഇഷ്ടം, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്നതാണ് ഇഷ്ടം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റുകയാണ്, ലോകത്തെ സമാധാനത്തിലും സ്നേഹത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി, ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരായി ഈ സ്നേഹവും ശാന്തിയും സമാധാനവും നൽകേണ്ടവരാണെന്നുള്ളതാണ്. അതാണ് ഈ പെന്തക്കോസ്താ ദിനം നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട സന്ദേശം. ജോൺ പോൾ 2-ാം പാപ്പ ഇങ്ങനെ പോകുന്ന സമയത്ത്, വിശ്വാസികൾക്ക് ദർശനം കൊടുക്കുന്ന സമയത്ത് ഒരു യുവാവ് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു സംഭവമുണ്ട്. ആ യുവാവ് ഉച്ചത്തിൽ വിളിച്ചാറ്, ദൈവത്തിൻ്റെ നിഴൽ എൻ്റെ മേൽ പതിച്ചു എന്നാണ്. ഈ ജോൺ പോൾ പാപ്പായുടെ നിഴൽ ഉച്ച സമയത്ത് കടന്നു പോകുമ്പോൾ ഈ യൂത്തിൻ്റെ മുകളിൽ പതിക്കുമ്പോൾ അവൻ പറയാണ്, ദൈവത്തിൻ്റെ നിഴൽ എൻ്റെ മേൽ പതിച്ചു. ഇതാണ് ക്രിസ്തുവിൻ്റെ നിഴൽ കടന്നു പോകുന്നത് പോലെ ആകാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ വലിയൊരു നമ്മളെ ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന കാര്യം. അപ്പോൾ അതാണ് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടതെന്ന് ഓർക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.